ഹായ് വ്യൂയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മൂന്നാറിലേക്ക് പോകുന്ന വഴിക്കുള്ള ചിന്നക്കനാൽ വാട്ടർഫാൾസിനെയാണ്. നെടുങ്കണ്ടത്തുനിന്ന് മൂന്നാറിലേക്കുള്ള വഴിയിൽ ഏകദേശം 44.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ മനോഹരമായിട്ടുള്ള ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലെത്താനായിട്ട് സാധിക്കും. നേരത്തെ ഈ മൂന്നാറിലേക്കുള്ള റോഡുകളൊക്കെ വളരെ ദുർഘടം പിടിച്ചതായിരുന്നു. എന്നാൽ ഇപ്പോൾ വീതി കൂട്ടി വളരെ മനോഹരമായിട്ടുള്ള റോഡുകളാക്കി തീർത്തു. റോഡിൻ്റെ ഇരുവശങ്ങളിലും മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. ടാറ്റയുടെ കീഴിലുള്ള തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ മൂന്നാറിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. അതുകൂടാതെ ഈ തേയിലത്തോട്ടങ്ങളിൽ നമുക്ക് ഓറഞ്ച് മരങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഈ റോഡരികിലൊക്കെ ഇവിടെ വിളയുന്ന ഓറഞ്ചുകൾ വാങ്ങാനായിട്ട് സാധിക്കും. മറ്റുള്ള ഓറഞ്ചുകളെ അപേക്ഷിച്ച് ഇത് വലിപ്പം കുറവാണ്, അല്പം പുളിയും കൂടുതലായിരിക്കും. ആകാശം മുട്ട നിൽക്കുന്ന മലനിരകളൊക്കെ നമുക്ക് ദർശിക്കാനായിട്ട് ഈ വഴിയിൽ സാധിക്കും. റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള തേയിലത്തോട്ടങ്ങൾ ഏത് സഞ്ചാരികളെയും കൂടുതൽ ആകർഷിക്കുന്ന രീതിയിലുള്ള തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഈ ദേവൻ്റെ കീഴിലുള്ള തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടം ഉള്ളത്. ദൂരെ നിന്ന് നമുക്ക് ആ വെള്ളച്ചാട്ടം ഇപ്പം ദർശിക്കാവുന്നതാണ്. ഇവിടെ ദിനംപ്രതി ധാരാളം സഞ്ചാരികൾ മൂന്നാറിലേക്കുള്ള വഴിയിൽ ഇവിടെ നിർത്തി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരിതയൊക്കെ കണ്ടിട്ടാണ് യാത്ര തിരിക്കുന്നത്. തേയിലത്തോട്ടത്തിൻ്റെ ദൃശ്യമനോഹരിതയും മറുവശത്ത് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. ഇവിടെ സഞ്ചാരികൾക്ക് കുളിക്കാനോ ഒന്നും സാധിക്കത്തില്ല. കാരണം അപകടം നിറഞ്ഞ ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്നാണ് ഇത് വെള്ളം വീഴുന്നതുകൊണ്ട് ഇവിടെ മുള്ളുവേലികളൊക്കെ ഇട്ട് അത് അങ്ങോട്ട് കിടക്കുന്നത് വിലക്കിയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് ദർശിക്കാൻ സാധിക്കും. ധാരാളം സഞ്ചാരികളാണ് ഈ സ്ഥലത്ത് എത്തിയിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. റോഡിൻ്റെ മറുവശത്ത് ചെറിയ കടകൾ ഉണ്ട്. അവിടുന്ന് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ലഘുഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് മൂന്നാറിലേക്ക് യാത്ര തിരിക്കുന്നത്. ചോളം പുഴുങ്ങിയതും കടല വറുത്തതും അതുപോലെ തന്നെ ഓംലെറ്റ്, ബജി, കരിമീൻ ജ്യൂസ്, ഇങ്ങനെയൊക്കെയുള്ള ലഘുപാനീയങ്ങളും ഭക്ഷണങ്ങളുമൊക്കെ വിതരണം ചെയ്യുന്ന ചെറിയ കടകൾ അവിടെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടത്തിൻ്റെ മറുവശത്തായിട്ട് ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടം ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.